ശ്രീ പി ശ്രീകുമാർ, ഇന്ന് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്, അനിൽ ബോസ് പറഞ്ഞതൊക്കെ താങ്കളിപ്പോൾ കേട്ടല്ലോ. എന്താണ് അദ്ദേഹം സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരാനിടയായ കാരണം എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണോ അഡ്വക്കേറ്റ് അനിൽ ബോസ് വിശദീകരിച്ചത് എന്നുള്ളത് താങ്കൾക്കും നിരീക്ഷിക്കാം. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലായിരുന്നു ഇതുവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. BJP-യെക്കുറിച്ച്, RSS-നെ കുറിച്ച്. എന്താണ്, അതൊക്കെയാണോ ശരി? അദ്ദേഹം പുറത്തു വന്നതിൻ്റെ കാരണം അതാണോ? ഇപ്പോൾ വെറുപ്പില്ലാത്ത സ്നേഹത്തിൻ്റെ കടയിലേക്ക് പോകുന്നു. പണ്ട് മാധവിക്കുട്ടി മതം മാറി ഇസ്ലാം ആയപ്പം അന്ന് P. പരമേശ്വർജി ഈ ജനസംഘത്തിൻ്റെയൊക്കെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ഭാരതീയ വിചാരത്തിൻ്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കോട്ടിംഗ് ഉണ്ട്. അന്ന് ഈ കമലാസുരയ്യ എന്ന പേര് സ്വീകരിച്ചപ്പം സംഘപരിവാറിലുള്ള ആൾക്കാരും അതുപോലെ അങ്ങനെ വിശ്വ പരിഷത്ത് അങ്ങനെയുള്ള സംഘടനകളൊക്കെ അവർക്കെതിരെ വളരെ രൂക്ഷമായി ആക്ഷേപം ഉന്നയിക്കുകയും അവർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തപ്പോൾ പരമേശ്വർജി അത് ഒറ്റ വാക്കുകൊണ്ട് അത് നിർത്തി. അദ്ദേഹം പറഞ്ഞത് കമലാസുരയ്യ ഇസ്ലാം രക്ഷിക്കട്ടെ എന്നാണ്. അല്ല, മുസ്ലിം മതത്തെ ഇസ്ലാം ദൈവം രക്ഷിക്കട്ടെ എന്നൊരു ഡയലോഗ് പറഞ്ഞു. കാരണം കമലാസുരയ്യ ഇസ്ലാം ആയതുകൊണ്ട് ആ ഇസ്ലാം മതത്തെ ദൈവം രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെയാണ്. അതേ ഒരു സമാനമായ ഇതേ ഉള്ളൂ. ഇവിടെ കോൺഗ്രസിനെ ദൈവം രക്ഷിക്കട്ടെ. അപ്പോൾ ഈ സന്ദീപ് വാര്യർ പ്രത്യേകിച്ച് ഇപ്പം അങ്ങോട്ട് പോയതുകൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും ഗുണം കിട്ടുകയോ BJP-ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുകയോ CPM-ന് എന്തെങ്കിലും പരിക്ക് പറ്റുകയൊന്നും ചെയ്യത്തില്ല. നമുക്ക് ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയം അറിയാമല്ലോ. ഇദ്ദേഹം ഒരാൾ പോയിട്ട് എന്ത് ചെയ്യാനാണ്? പ്രത്യേകിച്ച് ലാലിനൊക്കെ അറിയാം. BJP പോലുള്ള ഒരു കേഡർ പ്രസ്ഥാനം. ഇപ്പോൾ CPM-ൻ്റെ ആയാലും ഇപ്പോൾ സരിൻ വന്നുകൊണ്ടൊന്നും നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും കിട്ടുന്നില്ല. അങ്ങനെയൊന്നും ജനങ്ങൾ പെട്ടെന്ന് മാറി വോട്ട് ഒരു ഓളം ഉണ്ടാക്കാം. നമുക്കറിയാമല്ലോ. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞു, അതായത് ഈ സന്ദീപ് വാര്യർ BJP-യിലേക്ക് പോയതുകൊണ്ട് വലിയ വ്യത്യാസവും അല്ല, കോൺഗ്രസിലേക്ക് പോയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ല. നമുക്കറിയാമല്ലോ. സന്ദീപ് വാര്യർ ആദർശത്തിൻ്റെ പേരിലൊന്നും അല്ലല്ലോ പോയത്. നിങ്ങളെല്ലാം ഇവിടെ രണ്ടുപേരും പറഞ്ഞതുപോലെ ഒരു ആദർശം RSS-ൻ്റെയോ അല്ലെ BJP-യുടെയോ ആദർശം ഉൾക്കൊള്ളാൻ മടിച്ചൊന്നും പോയതല്ലോ. അദ്ദേഹം അത് ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും നാളും പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP-യിൽ നിന്നൊരു അദ്ദേഹത്തിന് അദ്ദേഹം ആഗ്രഹിച്ച അല്ലെ അദ്ദേഹം പ്രതീക്ഷ എന്തോ കാര്യങ്ങളൊക്കെ കിട്ടിയില്ല, ഒരു പരിപാടിയിൽ കസേര കിട്ടിയില്ല, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകാമെന്നുള്ള ഒരു താല്പര്യം കാണുമായിരിക്കാം, അത് കിട്ടിയില്ല. അങ്ങനെ തികച്ചും വ്യക്തിപരമായ ഒരു ഇൻസൾട്ടിങ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചത് കിട്ടാതെ വരികയോ ചെയ്തുകൊണ്ട് BJP നേതൃത്വത്തോട് അദ്ദേഹത്തിൻ്റെ പിണക്കം, അല്ലാതെ ആദർശവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ അങ്ങനെ പിണക്കമുള്ളപ്പം തിരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് സരിനെ പോലെ ഇദ്ദേഹം കൂടെ ഞങ്ങളുടെ വരണമെന്ന് വളരെ ആഗ്രഹിച്ച് ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തുകെട്ടി കിടന്നു. അപ്പോഴും അദ്ദേഹം ഞാനിപ്പോഴും BJP തന്നെയാണെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്നു. കോൺഗ്രസ്സുകാരെന്ത് ചെയ്തു? അവസാന നിമിഷത്തിൽ അവർ ലോട്ടറി അടിച്ച പോലെ അദ്ദേഹത്തെ കൊണ്ടുപോയി. അതുകൊണ്ട് അവർക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ CPM-ന് അദ്ദേഹത്തെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടില്ലായിരുന്നു. അദ്ദേഹം വർഗീയത വിട്ട് വന്നിട്ടില്ല. അദ്ദേഹം കടുത്ത രീതിയിൽ തന്നെ BJP-ക്കൊപ്പം നിന്നു. ഇല്ലില്ല, അദ്ദേഹം ഈ BJP-യോട് പിണക്കം കാണിച്ചു കഴിഞ്ഞ് നിശബ്ദനായിട്ട് ഇരിക്കുകയായിരുന്നു. പിന്നെ വർഗീയതയും ഒന്നും വിടാനൊന്നും പോയില്ല. എല്ലാവരും CPM-ൻ്റെ എല്ലാവരും ആഗ്രഹിച്ചു അദ്ദേഹം വരട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹത്തെ പല രീതിയിൽ സമീപിച്ചായിട്ട് നമ്മളെല്ലാം വാർത്ത കണ്ട് സമീപിച്ചതല്ല, പരസ്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇടയിലോട്ട് കിട്ടിയാൽ ഞങ്ങൾ നല്ല എടുത്ത് നല്ല കേഡറാക്കും എന്നൊക്കെ പറഞ്ഞില്ലേ. അതായത് വർഗീയതയെ തള്ളി പറഞ്ഞില്ലെങ്കിലും നിങ്ങളൊക്കെ ഈ അരുണൊക്കെ ഈ ലാലൊക്കെ ഒക്കെ പറയുന്നത് ഈ BJP-യോ അല്ലെങ്കിൽ RSS ഒക്കെ ആരെയാണ് കൊല്ലാൻ വേണ്ടി കയറുമായിട്ട് നടക്കുന്നത്? വെറുതെ അങ്ങ് പറയാണ്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയണം. BJP ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആരെയാണ് കയറുമായിട്ട് നടക്കുന്നത് കൊല്ലാൻ? എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നിരോധിക്കേണ്ട സുഹൃത്തേ. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് പറയുകയാണ് അത് കയറുമായിട്ട് നടക്കുന്ന, വർഗീയ പ്രസംഗിച്ച് നടക്കുന്ന. ആരാണ് വർഗീയത പ്രസംഗിച്ച് നടക്കുന്നത്? സന്ദീപ് വാര്യർ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പറയുന്ന ഒരു വിഭാഗം ആളുകളെ പൂർണ്ണമായി എവിടെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞാൽ അവരൊക്കെ അകത്താകും ഇന്നത്തെ ഇന്ത്യയുടെ വ്യവസ്ഥ അനുസരിച്ചിട്ട്. ഒരാളെ കൊല്ലാൻ വേണ്ടി അകത്താകാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്താ സന്ദീപ് വാര്യർ എന്തുകൊണ്ടാണ് ഇത്രയും കാലം അകത്താകാതിരുന്നത്? അത് നിങ്ങളല്ലേ ഭരിക്കുന്ന, സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരാണ് ഉത്തരം പറയേണ്ടത്. അങ്ങനെ ഒരു വർഗീയതയും പ്രസംഗിച്ചുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അയാളെ അകത്താക്കണം. അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടാകും. ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവായ സന്ദീപ് വാര്യർ ഇത്രയും നാളും കൊലപാതകത്തിന് ആഹ്വാനം ചെയ്ത് വർഗീയത പരത്തിക്കൊണ്ട് നടന്നിട്ട്
ഇതുവരെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം അകത്താകാത്തതിന് ലാൽ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കും എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ആക്കിയില്ലെന്ന്. അല്ല, അപ്പോൾ അത് വെറുതെ നമ്മൾ പറയുമ്പോൾ ഇല്ലേ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണല്ലോ. ഞാൻ ന്യായീകരിക്കുന്നില്ല. ബിജെപിയുടെ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നത് മാത്രമല്ലേ ഉള്ളൂ, അതുപോലെ രാഹുൽ ഗാന്ധിയെ കുതിരവട്ടത്തേക്ക് അയക്കണം, ഈ പറയുന്ന സോണിയാഗാന്ധി ഇറ്റലിയിലെ മദാമയാണ് എന്നൊക്കെ പറഞ്ഞ ഇത്തരത്തിലുള്ള ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ. മുസ്ലിം ലീഗിനെതിരായി വളരെ തീവ്രമായ മുദ്രാവാക്യങ്ങൾ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം BJP പറയിച്ചതാണ് എന്നാണ് പറഞ്ഞത്. അല്ലല്ല, സോണിയാഗാന്ധി മദാമയാണെന്ന് പറഞ്ഞത് വേറെ നേതാക്കന്മാരിവിടെ ഉണ്ട്. കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ടല്ലോ മദാമയാണെന്നും, ഈ അലുമിനിയം മറ്റേ പട്ടേലാന്നൊക്കെ പറഞ്ഞ ചരിത്രമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു രാഷ്ട്രീയ പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ ഒരു കാര്യം പറഞ്ഞൊന്നും പറഞ്ഞ് അത് വലിയ സംഭവമാണെന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങളിവിടെ പറഞ്ഞു വരുന്നത് എന്താണ്, ഇടതുപക്ഷത്തോടൊപ്പമാണ് ഇയാൾ വന്നിരുന്നെങ്കിൽ, സന്ദീപ് വാര്യർ വന്നെങ്കിൽ എന്തോ മഹാൻ. ഇപ്പം കോൺഗ്രസിലോട്ട് പോയപ്പോൾ എന്തോ കുഴപ്പം, എവിടെ പോയാലും BJPക്ക് ഒരു കുഴപ്പമില്ലെന്നാണ് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആരെല്ലാം ഏതെല്ലാം പാർട്ടിയിൽ എങ്ങനെയെല്ലാം വന്നിരിക്കുന്നു. അവർക്ക് പൊളിറ്റിക്കലി ഒരു ബില്ലുണ്ടെങ്കിൽ, അവർക്ക് പൊളിറ്റിക്കലി ഒരു പവർ ഉണ്ടെങ്കിൽ അവർ മുന്നോട്ട് പോകും. അല്ലാത്തവരൊക്കെ പാർട്ടി മാറിക്കൊണ്ടൊന്നും ഒരു പ്രാവശ്യം സ്ഥാനം കിട്ടും. അതിനപ്പുറം ഒന്നും കേരളത്തിലെ സമൂഹമൊന്നും അങ്ങനെ പാർട്ടി മാറി വരുന്നവരെയൊന്നും കെട്ടിപ്പുടർന്ന് ആശ്ലേഷിച്ച ചരിത്രമില്ല. ഇല്ല, അങ്ങനെയാണെങ്കിൽ BJPയിലേക്ക് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുണ്ട്. പാർട്ടി മാറി വന്നവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഞാനതാ പറഞ്ഞത്, അങ്ങനെ വരുന്നവർക്കൊന്നും വലിയ അവരുടെ ആശയം അവരിതിനോടൊപ്പം ലയിച്ച് ചേർന്ന് പോവുകയാണെങ്കിൽ മുന്നോട്ട് പോകാം. ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൻ്റെ എല്ലാ രാഷ്ട്രീയത്തോടും ലയിച്ച്, ഇന്നലെ വരെ അദ്ദേഹം BJPയോ RSO ആയിരുന്നു, നാളെ മുതൽ ലയിച്ച് പോവുകയാണെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട് പോട്ടെ, അദ്ദേഹത്തിന് അങ്ങ് വിടും. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഒരു അംബീഷനുള്ള ആളാണെങ്കിൽ കോൺഗ്രസ് ഇന്നുകൊണ്ട് അത് നേടട്ടെ. അതിന് നമ്മൾ